ആൾക്കൂട്ടവും ആരവങ്ങളുമാണ് പൂരമെങ്കിലും കരിവീരന്മാർ കൂടി ചേർന്നാലേ തൃശൂർ പൂരത്തിന് ചന്തമേറൂ. വിളംബരം മുതൽ ഉപചാരം ചൊല്ലി പിരിയും വരെ ആനകൾ പൂരം അടക്കി വാഴും. എന്നാൽ പറഞ്ഞാലും തീരാത്ത ആനവിശേഷങ്ങളിലെ നെയ്തലക്കാവിലമ്മയുടെ നായകൻ തിടമ്പേറ്റുന്ന കൊമ്പൻ തന്നെയാണ്. അങ്ങനെ നോക്കിയാൽ എറണാകുളം ശിവകുമാറാണ് ഇത്തവണത്തെയും പൂരത്തിലെ താരം. ജനസഹസ്രങ്ങൾ ഏറ്റെടുക്കുന്ന ആനച്ചന്തം കൊമ്പും വമ്പും കൊണ്ട് പൂരത്തിലെ മുൻപൻ. പൂരങ്ങളുടെ കണക്കെടുത്താൽ ശിവകുമാർ പങ്കെടുത്ത പൂരങ്ങൾ നിരവധിയാണ്. പക്ഷേ തുടർച്ചയായ 5-ാം തവണയാണ് തൃശൂർ പൂരത്തിലെ താരമായി എറണാകുളം ശിവകുമാർ മാറുന്നത്. അഞ്ചു വയസ്സ് പ്രായത്തിൽ എറണാകുളത്തപ്പന് മുന്നിൽ KG ഭാസ്കരൻ എന്ന ഭക്തനാണ് ശിവകുമാറിനെ നടയ്ക്കിരുത്തിയത്. വർഷങ്ങളോളം അവിടെ വളർന്നതിനു ശേഷമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനമായ തൃശൂരിലേക്ക് ശിവകുമാർ എത്തുന്നത്. ഇപ്പോൾ 56 വയസ്സ് പ്രായമുണ്ട് കൊമ്പന്. പൂരപ്പം നെയ്തലക്കാവ് ഭഗവതി വന്നിട്ടാണ് തെക്കേ ഗോപുരം നടന്ന് പൂര വിളംബരം നടത്തുന്നത്. അതിനെ ഭഗവതീനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ ശിവകുമാറാണ്. അതുപോലെ പാറമേക്കാവിലെ പകൽപൂരം കഴിഞ്ഞ് ഉപചാരം ചൊല്ലല്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളിലും ആള് നിറസാന്നിധ്യമാണ്. മറ്റുള്ള ആനകളിൽ നിന്ന് ആളെ വ്യത്യസ്തനാക്കുന്നത് എല്ലാവരുമായിട്ട് ആൾക്കാരോടൊക്കെ ഇടപഴകാൻ വളരെ ഇതാണ്, സൗമ്യമായിട്ടുള്ളൊരു സ്വഭാവമാണ് ആളുടെ. അത്ര വലിയൊരു പ്രശ്നമുള്ള ഇതല്ല. 10 അടിയിലേറെ ഉയരമുള്ള ശിവകുമാറിന് ഉയർന്ന മസ്തകവും നിലത്തിഴയുന്ന തുമ്പിക്കൈയും പുഷ്ടിയാർന്ന ശരീരവുമാണ് പ്രത്യേകത. കനമുള്ള കൊമ്പും നല്ല നടയും നല്ല അമരവും ചന്തം വേണ്ടുവോളം പകർന്നു നൽകുന്നു. കോവിഡ് കാലത്ത് ചടങ്ങായി മാറിയ പൂരം മുതൽ ശിവകുമാർ തൃശൂർക്കാർക്ക് പ്രിയങ്കരനാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പകരക്കാരനായി ഇക്കാലം കൊണ്ട് മാറാനും ഗജവീരന് സാധിച്ചു. നമുക്ക് വളരെയധികം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഈ വർഷത്തെ പൂരം. ഇപ്രാവശ്യത്തെ ഒരു കൂടുതൽ ശിവകുമാറിൻ്റെ ആംബിയർ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്രാവശ്യം തെക്കേ ഗോപുരം നട തുറക്കുന്നത് 5-ാം തീയതി, അതിന് ശിവകുമാറാണ്. അത് കഴിഞ്ഞ് പൂരത്തിൻ്റെ അന്ന് നെയ്തലക്കാവിലെ അമ്മയെ എഴുന്നള്ളിക്കുന്നതും ശിവകുമാറാണ്. പിറ്റേ ദിവസം ഉപചാരം ചൊല്ലുന്നത് 7-ാം തീയതി പകൽപൂര ദിവസം ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് പാറമേക്കാവിലെ അമ്മയുടെ തിടമ്പേറ്റുന്നതും ശിവകുമാറാണ്. ചെറുപ്പം വിട്ടുമാറിയ കാലം മുതൽ പൂരങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുത്തു തുടങ്ങിയതാണ് ശിവകുമാർ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് കാതങ്ങൾ അതിനായി താണ്ടി. പ്രായവും ആരോഗ്യവും പരിഗണിച്ച് ഇപ്പോൾ 100 കിലോമീറ്റർ പരിധിയിൽ മാത്രമാണ് ഉത്സവങ്ങൾക്കായി ആനയെ ദേവസ്വം ബോർഡ് വിട്ടു നൽകുക. എങ്കിലും ഇത്തവണത്തെ തൃശൂർ പൂരത്തിന്റെ നായകനാകാനും കാത്തിരിക്കുകയാണ് ഈ സഖ്യന്റെ പുത്രൻ. പൂരവിളംബരം നടത്താനും നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റാനും ഉപചാരം ചൊല്ലുമ്പോൾ പാറമേക്കാവിലമ്മയുടെ വാഹനമാകാനും ഇത്തവണയും ശിവകുമാർ ഉണ്ടാകും. തലയെടുപ്പുള്ള കൊമ്പൻ, അഴകിലും ആകാരവടിവിലും ആനകളിലെ കേമൻ. പൂരത്തിന് ശിവകുമാർ എത്തുമ്പോൾ തൃശൂരിൽ ആനപ്രേമികളുടെ കൂട്ടപ്പൊരിച്ചിലുണ്ടാകുമെന്നതാണ് പരസ്യമായ രഹസ്യം. ക്യാമറമാൻ അരുൺ നായർക്കൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.